ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ. ഇന്ന് രാവിലെ 10:10-നും 11:30-ക്കും ഇടയിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കും. ഇന്ന് 30,000 പേർക്ക് മാത്രമേ വിർച്വൽ ക്യൂ വഴി ദർശനമുള്ളൂ. 31 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ നടക്കുകയാണ്. എസ്കൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ 10:10-നും 11:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. ഈ മണ്ഡലകാല ആരംഭിച്ച ദിവസം മുതലുള്ള ആ വലിയൊരു തിരക്ക്, ആദ്യ ദിവസങ്ങളിൽ തിരക്കിലൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഏകോപനത്തിൽ ഉണ്ടായെങ്കിലും പിന്നീട് അതൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ളൊരു സംതൃപ്തമായ തീർത്ഥാടന കാലത്തിനാണ് സമാപനം കുറിക്കുന്നത്. ഇന്നിപ്പോൾ രാത്രി ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി ഡിസംബർ 30-ന് വൈകിട്ട് 5 പരാതികളും പരിഭവങ്ങളും ഒക്കെ ചെറിയ രീതിയിൽ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ അത് സംതൃപ്തമായ ഒരു തീർത്ഥാടന കാലത്തിനാണ് വിരാമം കുറിക്കുന്നത് എന്നുള്ളതാണ്. ഈ തീർത്ഥാടന കാലത്ത് 33.4 ലക്ഷം തീർത്ഥാടകരാണ് ഇവിടേക്ക് എത്തിയത്. ഈ ഡിസംബർ 25 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 30 ലക്ഷം പേരും അതിനുശേഷം 3.4 ലക്ഷം ഭക്തരും പിന്നീടുള്ള ദിവസങ്ങളിലും എത്തി എന്നുള്ളതാണ്. ഇതുവരെ 33.4 ലക്ഷം ഭക്തർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തി. ഇതുപോലെ തന്നെയുള്ള തിരക്ക് പലയിടങ്ങളിലും ഭക്തർ വിരിവെച്ച് ഈ തങ്കയങ്കി ദർശിക്കുന്നതിന് വേണ്ടി സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം ദർശിച്ച ശേഷമാണ് പലരും ഇന്നലെയും ഇന്നുമായി മലയിറങ്ങിയത്. ഇപ്പോഴും രാവിലെ 3:30-ക്ക് തുടങ്ങി ആരംഭിച്ച നെയ്യഭിഷേകം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് 9:30 നെയ്യഭിഷേകം പൂർത്തിയാകും. അതിനുശേഷം മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. മണ്ഡലപൂജ ഉച്ചപൂജയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശബരിമലയിലെ ഏറ്റവും സവിശേഷമായ പൂജയാണ് മണ്ഡലപൂജ. മകരസംക്രമ പൂജ പോലെ തന്നെ മണ്ഡലപൂജ. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ. ഏതായാലും ഇനിയുള്ള ആ ഒരു മണിക്കൂറുകൾ മണ്ഡലപൂജയ്ക്ക് ഭക്തരും എസ് കെ എൻ